നമസ്കാരം. നാഗ്പൂർ നിർദ്ദേശിക്കുന്നവരെ അധികാരത്തിന്റെ കണ്ണായ ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള മോദി സർക്കാരിന്റെ നടപടി വമ്പിച്ച പ്രതിഷേധമാണ് ക്ഷണിച്ചുവരുത്തിയത്. 45 സർക്കാർ തസ്തികകൾ ലാറ്ററൽ എൻട്രി വഴി നികത്താനുള്ള UPSC തീരുമാനത്തിൽ NDAയ്ക്കുള്ളിലും ഭിന്നത രൂക്ഷമായി. കേന്ദ്ര നീക്കത്തെ JDUവും LJPയും എതിർത്തു. അതേസമയം TDP തീരുമാനത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്രമിക്കാനുള്ള വിഷയം താലത്തിൽ വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് ഈ നീക്കമെന്ന് JDU ദേശീയ വക്താവ് KC ത്യാഗി ഭയപ്പെട്ടു. ക്വാട്ട നിർത്താൻ സർക്കാരുകളോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ റാം മനോഹർ ലോഹ്യയുടെ അനുയായികളാണ്. നൂറ്റാണ്ടുകളായി ആളുകൾ സാമൂഹികമായി പിന്നാക്കാവസ്ഥയിലാണ്. സർക്കാരിന്റെ ഈ ഉത്തരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ വിഷയമാണ് എന്ന് KC ത്യാഗി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ കൈകളിൽ ആയുധം നൽകരുത് എന്നും രാഹുൽ ഗാന്ധി സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ചാമ്പ്യനായി മാറും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. LJP രാംവിലാസ് പാസ്വാൻ വിഭാഗം പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനും കേന്ദ്ര നീക്കത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ഏത് സർക്കാർ നിയമനത്തിലും സംവരണ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. സ്വകാര്യ മേഖലയിൽ സംവരണമൊന്നും നിലവിലില്ല. സർക്കാർ പദവികളിലും അത് നടപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഇത് എനിക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് ചിരാഗ് പാസ്വാൻ ആഞ്ഞടിച്ചത്. മന്ത്രിസഭാംഗമെന്ന നിലയിൽ വിഷയം ഉന്നയിക്കാൻ തനിക്ക് വേദിയുണ്ടെന്നും താൻ അത് ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പാർട്ടി ഇത്തരമൊരു നടപടിയെ പിന്തുണയ്ക്കുന്നില്ല എന്നും ചിരാഗ് വ്യക്തമാക്കി. സംവരണമില്ലാത്ത ലാറ്ററൽ എൻട്രിയെ എതിർക്കുമെന്ന് LJP വക്താവ് AK വാജ്പേയിയും പറഞ്ഞു. ഇത് ഭരണഘടനാപരമായ ഉത്തരവിന് എതിരാണ്. തങ്ങൾ NDAയുടെ ഭാഗമായതിനാൽ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉചിതമായ സമയത്ത് തങ്ങൾ ഈ വിഷയത്തിൽ ഉചിതമായ നടപടികൾ കൈക്കൊള്ളും എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആന്ധ്രാപ്രദേശ് മന്ത്രിയും TDP ദേശീയ ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് നീക്കത്തെ പിന്തുണച്ചു. പല സർക്കാർ വകുപ്പുകൾക്കും വൈദഗ്ധ്യം ആവശ്യമാണ്. സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാരിലേക്ക് ലാറ്ററൽ എൻട്രി കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കാരണം ഇത് ഭരണത്തിന്റെ ഗുണനിലവാരവും സാധാരണ പൗരന്മാർക്കുള്ള സേവനങ്ങളും വർദ്ധിപ്പിക്കും എന്ന് നാരാ ലോകേഷ് വ്യക്തമാക്കി. അതിനിടെ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. UPSC നടപടി ദളിതർക്കും OBCകൾക്കും ആദിവാസികൾക്കും എതിരായ ആക്രമണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. BJPയുടെ രാമരാജ്യത്തിന്റെ വികലമായ പതിപ്പ് ഭരണഘടനയെ നശിപ്പിക്കാനും ബഹുജനങ്ങളിൽ നിന്ന് സംവരണം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കേന്ദ്ര തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. സർക്കാർ വകുപ്പുകളിലെ ജോലികൾ നികത്തുന്നതിനു പകരം കഴിഞ്ഞ 10 വർഷത്തിനിടെ 5.1 ലക്ഷം തസ്തികകൾ BJP ഇല്ലാതാക്കിയെന്ന് ഖാർഗെ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇന്ത്യൻ സർക്കാരിന്റെ ഓഹരികൾ മാത്രം അവർ വിറ്റഴിച്ചു. കാഷ്വൽ കരാർ റിക്രൂട്ട്മെന്റിൽ 91% വർധനവുണ്ടായി. 2022-23 SC/ST OBC തസ്തികകളിൽ 1.3 ലക്ഷം കുറവുകളുണ്ടായി എന്ന് ഖാർഗെ പറഞ്ഞു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ നീക്കത്തെ വിമർശിച്ചു. കേന്ദ്ര നീക്കത്തിനെതിരെ ദേശീയ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ നീക്കം ശരിയല്ലെന്ന് BSP അധ്യക്ഷ മായാവതിയും പറഞ്ഞു. എന്നാൽ ലാറ്ററൽ എൻട്രി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ആണെന്നാണ് UPSC നീക്കത്തെ ന്യായീകരിച്ച് BJPയുടെ മറുപടി. ജാതി സെൻസസ് ഉൾപ്പെടെ വിഷയങ്ങൾ സജീവ ചർച്ചയായി പ്രതിപക്ഷം ഉയർത്തുന്ന ഘട്ടത്തിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു വടിയാണ് ലാറ്ററൽ എൻട്രി നിയമന വിവാദം. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എപ്രകാരം ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണാം.